Come on. बिंदु, एक शब्द में तो उसे सिर्फ आफत ही कहा जा सकता है। क्या? आखिर में मैं आपकी सर्वेंट ही हूँ ना। I'm telling you, दरवाजा बंद हो जाता है। Hi. फंस गई shit. ഹിന്ദിയിൽ ഒരുപാട് ഫീൽ ഗുഡ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നിരവധി പ്രശസ്തമായ സിനിമകൾ. എന്നാൽ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില ഹിന്ദി ഫീൽ ഗുഡ് സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ദിസ് ഇസ് രാകേഷ് ആൻഡ് യു ആർ വാച്ചിങ് മാങ്ങ സിനിമ. Bakshi Clinic, Kuchukodungalur, Temple Road, near Madhumuli Junction, Changanasheri. Mobile 9846017633 81388869937. തനുജ ചന്ദ്ര സംവിധാനം ചെയ്ത് 2017 റിലീസായിട്ടുള്ള ഒരു ഹിന്ദി റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് കരീബ് കരീബ് സിംഗിൾ. പാർവതിയും ഇർഫാൻ ഖാനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. 35 കഴിഞ്ഞ ഒരു വിധവയായ മുംബൈ മലയാളി ജയ ജീവിതത്തിലെ ഏകാന്തതയും മടുപ്പും മാറ്റാനായിട്ട് ഒരു ഡേറ്റിംഗ് സൈറ്റ് ഉപയോഗിക്കുന്നു. അവിടെ നിന്നുമാണ് ജയ യോഗി എന്നയാളെ പരിചയപ്പെടുന്നത്. തികച്ചും വ്യത്യസ്ത സ്വഭാവക്കാരായ രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പുറപ്പെടാൻ ഒരു സാഹചര്യം ഒത്തുവരുന്നു. ഈ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. IMDb റേറ്റിംഗ് 7.1 ഔട്ട് ഓഫ് 10. അക്ഷയ് റോയ് സംവിധാനം ചെയ്ത് 2017 റിലീസായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ചിത്രമാണ് മേരി പ്യാരി ബിന്ദു. Come on. बिंदु, एक शब्द में तो उसे सिर्फ आफत ही कहा जा सकता है। Hi. ആയുഷ്മാൻ ഖുറാനയും പരിണീതി ചോപ്രയുമാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. वो गब्बर में सांभा, वो मुन्ना में सर्किट, वो गुरुजी में भोला. അഭിമന്യുവിൻ്റെയും ബിന്ദുവിൻ്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. അവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദവും അതുപോലെ പ്രണയവും ബ്രേക്കപ്പും ഇതൊക്കെയാണ് സിനിമ പറയുന്നത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഈ സിനിമ തോന്നി. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലാണ് സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. फिल्म, किताब, हॉबी, भगवान का इशारा था शायद मेरे लिए, पर मुझे कहाँ फुर्सत थी बिंदु से कि इशारे देख पाऊं. പീക്കു. മോഷൻ ഈസ് ആൻ ഇമോഷൻ. മലബന്ധം പ്രശ്നമായിട്ടുള്ള ഒരു അച്ഛൻ്റെ ശീലങ്ങൾ കാരണം എപ്പോഴും വഴക്കിടാൻ വരുന്ന മകൾ പീക്കു. ഇവരുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ് പീക്കു എന്ന 2015 റിലീസായ ഹിന്ദി ചിത്രം. Semi-liquid motion first, then 2 days of gas and constipation. What should I do? ये कोई मैसेज होता है देने के लिए ऑफिस में? ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, ഇർഫാൻ ഖാൻ എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. सोचता है कि हम तुम्हारे ऊपर एक बटन है. बटन होते आप तो दिल्ली के अंदर बैठे होते, कलकत्ता लेके नहीं जाती वो आपको. സുജിത് സർക്കാർ സംവിധാനം ചെയ്ത ചിത്രം നിരൂപക പ്രശംസയും ഒപ്പം തന്നെ ജനപ്രീതിയും നേടിയിട്ടുണ്ട്. IMDb റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 7.6 ഔട്ട് ഓഫ് 10 ആണ്. ഈ ചിത്രം സോണി ലെവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. इंसान का इमोशन उसका मोशन के साथ जुड़ा हुआ है. कमाल है, आप हर बात को पेट से कैसे जोड़ देते हैं. വേക്കപ്പ് സിദ് 2009 റിലീസായിട്ടുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് വേക്കപ്പ് സിദ്. അയാൻ മുഖർജി സംവിധാനം ചെയ്ത ചിത്രത്തിൽ രൺബീർ കപൂറും കൊങ്കണ സെൻ ശർമ്മയുമാണ് പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത്. പ്രായമാകാൻ വിസമ്മതിച്ച അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമായിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന അങ്ങനെ ആഗ്രഹിച്ച ഒരു യുവാവാണ് സിദ്ധാർത്ഥ്. വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ. എന്നാൽ അയാൾ തന്നേക്കാൾ 1-2 വയസ്സിന് മൂത്ത അലീഷ എന്ന എഴുത്തുകാരിയെ പരിചയപ്പെടുന്നതാണ്. അതോടെ അയാളുടെ ജീവിതം മാറിമറിയുന്നതുമാണ് കഥ. गर्मी की वजह से पागल हो रही हो? हाँ, पागल हो रही हूँ. अरे तो मैं क्या करूं यार? आसमान से बारिश बरसाऊं? क्यों नहीं? जब इतने एफिशिएंट हो गए हर चीज में तो ये भी करके दिखाओ ना. എൻ്റെ എക്കാലത്തെയും പേഴ്സണൽ ഫേവറേറ്റ് ചിത്രങ്ങളിലൊന്നാണിത്. നെറ്റ്ഫ്ലിക്സിലാണ് വേക്കപ്പ് സിദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 7.6 ഔട്ട് ഓഫ് 10. സർ. റോഹീന ഗര സംവിധാനം ചെയ്ത 2018 റിലീസായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമയാണ് സർ. You know, morons like her working at my place. Fortunately, she doesn't work for you. വിവേക് ഗോംബർ, തിലോത്തമ ഷോം തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. US നിന്നും തിരിച്ചു വന്ന അശ്വിൻ എന്ന ഒരു ചെറുപ്പക്കാരനും അയാളുടെ വീട്ടുജോലിക്കാരിയായ രത്ന എന്ന വിധവയും തമ്മിലുണ്ടാകുന്ന പ്രണയമാണ് ഈ ചിത്രം പറയുന്നത്. ഈ മുതലാളി വേലക്കാരി ബന്ധമൊക്കെ പണ്ട് പറയുമ്പോൾ അതിൽ മസാല കുത്തി നിറച്ച ഒരു B ഗ്രേഡ് സെക്സ് ചിത്രം ആകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള
ഒരു ഹാർട്ട് ടച്ചിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ये क्या है? हैप्पी बर्थडे सर. तुम हमेशा यहीं आती हो? हाँ, पूरा शहर दिखता है ना सर. प्लीज मुझे सर मत बोलो. लोग मजाक उड़ाएंगे. मुझे कोई फर्क नहीं पड़ता. ഈ ചിത്രം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. 7.8 ഔട്ട് ഓഫ് 10 ആണ് IMDb റേറ്റിംഗ്. तुम कब तक मुझे सर कहोगी? तो क्या कहूँ? ഇന്ന് പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരിക്കലും ഒരു നഷ്ടമാവുകയില്ല. അപ്പോൾ കൂടുതൽ സിനിമാ സംബന്ധമായ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് രാകേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.